ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ സഹായങ്ങൾക്കുമായിട്ട് ഞങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ജോയിൻ ചെയ്തിട്ട് അവരുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ വർഷക്കാലമായിട്ട് മാർക്കറ്റിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകും. അവരോടൊപ്പം തന്നെ ഞാനും നിങ്ങളൊപ്പം ഉണ്ട്, എൻ്റെ ട്രേഡിംഗ് കാര്യങ്ങളും എൻ്റെ ട്രേഡിംഗ് വ്യൂസും പങ്കുവെക്കാൻ നിങ്ങളുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു വെബിനാർ, അതുപോലെ വെബിനാർ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ ഞങ്ങൾ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ ദൂരീകരിക്കാൻ കാരണമായി. സാധാരണയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തന്നെ ബ്രോക്കേഴ്സ് നിങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് ഒന്ന് പോകാം. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് ഓപ്പൺ ചെയ്തത്. 2-3 പോസിറ്റീവ് ന്യൂസുകളാണ് നിഫ്റ്റിയെ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വന്നത്. ഒന്ന്, ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പ്രഖ്യാപനമാണ്. 101 ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇനി ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇമ്പോർട്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുള്ള വാർത്തയാണ് രാവിലെ മുതൽ വന്നത്. ഇന്നലെ മുതൽ ആ വാർത്ത ലൈംലൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി അത് ട്വീറ്റ് ചെയ്തതോടുകൂടി മാർക്കറ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതിരോധ അല്ലെങ്കിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളും അവർക്ക് വാഹനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളൊക്കെ വളരെയേറെ വന്നു. ഈവൻ നമ്മൾ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്ത മഹീന്ദ്ര റിസൾട്ട് നെഗറ്റീവായിട്ട് പോലും അവരുടെ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വന്നു. ഓർഡർ ഡിഫൻസ് നിന്ന് ഇനി കിട്ടാം. അതുപോലെ തന്നെ ഇനി മറ്റുള്ള ഒരു ഫോറിൻ മാനുഫാക്ചേഴ്സ് അവരുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള അറിവും വന്നതിന് ശേഷം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ അശോക് ലാലൻഡിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഓപ്ഷൻ കോളുകളും 50-ന്റെ കോളും അത് നല്ല പ്രോഫിറ്റിൽ വന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ BL, നമ്മുടെ എവർടൈം പിക്കായിട്ടുള്ള BL ഇന്ന് 112.13 വരെ വന്നുകയുണ്ടായി. ഭാരത് ഡൈനാമിക്സ്, അതുപോലെ തന്നെ ഭാരത് ഫോർജ്, ആസ്ട്ര മൈക്രോ, ഇങ്ങനെ പല സ്റ്റോക്കുകളും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സ്റ്റോക്കുകളും ഇന്ന് നല്ലൊരു റാലി കാണുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 11,214 നിഫ്റ്റി. അപ്പോൾ ഇന്ന് നേരെ ഓപ്പൺ ചെയ്ത് തന്നെ 11,270, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഏകദേശം മൊത്തം ട്രേഡിംഗ് സെഷനും ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഹയർ ടോപ്പ് അല്ലെങ്കിൽ അപ്പർ ക്യാപ്പ് 11,350 ആയിരുന്നു. അതേപോലെ തന്നെ 11,337 ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത്. ഇന്നും ആ ഒരു അപ്പർ ബാൻഡ് ഭേദിച്ചു പോയില്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. 11,337 വരെ വന്ന നിഫ്റ്റി പിന്നെ തിരിച്ച് 11,238, അതായത് രണ്ടാമത്തെ സെഷനിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ പറ്റിയത്. കാരണം ഇന്ന് അഗ്രിഗേറ്റ് ഗ്രോസ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള AGRുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെലികോം കമ്മ്യൂണിക്കേഷൻ സെക്ടർ കമ്പനികളുടെ ഹിയറിംഗ് സുപ്രീം കോടതിയിൽ നടക്കുകയുണ്ടായിരുന്നു. പക്ഷേ അബദ്ധവശാൽ അത് ഇന്ന് വിധി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, മാർക്കറ്റും പ്രതീക്ഷിച്ചത്. അതിനുശേഷം ചിലപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിന് കാലാവധി നീട്ടിക്കൊടുക്കുമെന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ അത് ഇനി ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഈ ടെലികോം സെക്ടർ കമ്പനികൾക്കും നെഗറ്റീവായിട്ട് വരും എന്ന നിലയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ നിഫ്റ്റിയിലും കാണാൻ പറ്റി. 11,238 വരെ വന്ന നിഫ്റ്റി ഉയർന്നിട്ട് ഇപ്പോൾ അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,270. അപ്പോൾ ഒരു പോസിറ്റീവ് ക്ലോസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വോളറ്റിലിറ്റി കുറച്ച് കൂടുതലായെങ്കിലും ഒരു ചെറിയൊരു അബവ് ആവറേജ് ട്രേഡിംഗ് സെഷൻ ആയിരുന്നു. പക്ഷേ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നുള്ള ആശങ്കക്ക് വകയില്ല എന്നുള്ളത്. ഇനിയിപ്പം ഇന്നത്തെ നാളത്തെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ US മാർക്കറ്റ് ഇന്നെങ്ങനെയാണ് രാത്രി ക്ലോസ് ചെയ്യുന്നതെന്നും നാളത്തെ രാവിലത്തെ ഉള്ള സിംഗപ്പൂർ നിഫ്റ്റി അതുപോലെ ഏഷ്യൻ മാർക്കറ്റിന്റെ പോസിറ്റീവ് നോട്ട്സ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വരുന്ന പോസിറ്റീവ് നോട്ട്സ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആണ് നമ്മൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നിഫ്റ്റിയിലെ കാര്യങ്ങൾ. ഒരുപാട് റിസൾട്ടുകൾ ശനിയാഴ്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ചലനങ്ങൾ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റി. അതിൽ ഒന്ന് FTC ആയിരുന്നു. FTCയുടെ ബോർഡ് ബൈബാക്ക് അപ്രൂവ് ചെയ്തു. 21 ലക്ഷം ഷെയർ 450 രൂപ വെച്ചിട്ട് തിരിച്ചു വാങ്ങാനാണ് കമ്പനി അപ്രൂവ് ആയിരിക്കുന്നത്. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ FTCയിൽ നല്ലൊരു ഉയർച്ച ഇന്ന് കാണാൻ പറ്റിയത്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 41.43 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേപോലെ 120 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പോൾ 41 കോടി രൂപയായിട്ട് കുറഞ്ഞത്.
റവന്യൂവിലും കാര്യമായിട്ടുള്ള കുറവ് കാണപ്പെട്ടു. 740 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 330 കോടി രൂപയുടെ റവന്യൂ മാത്രമാണ് കാണിക്കാനായിട്ടുള്ളത്. TTK പ്രസ്റ്റീജ് പ്രോഫിറ്റ് ഒരു നല്ല പ്രോഫിറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 35 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇപ്പം ഈ ക്വാർട്ടറിൽ 2,55,00,000 രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. റവന്യൂവിലും കാര്യമായിട്ടുള്ള ഇടിവുണ്ടായി. 460 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നു. 230 കോടി രൂപയുടെ റവന്യൂ മാത്രമാണ് കമ്പനിക്ക് ഈ ഒരു ക്വാർട്ടറിൽ നേടാൻ പറ്റിയത്. ലുപിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. ലുപിൻ ആൽബിട്രോൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്യാപ്സ്യൂള് US മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കമ്പനി ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നു. ഇപ്ക ലാബിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. കാരണം 130 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 450 കോടി രൂപ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഒരു ലാബിലും നടക്കുന്നുണ്ട്. ഇപ്ക ലാബ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൂടിയാണ്. മാത്രമല്ല ഇതൊരു വരുന്ന മെട്രോപോളിസ് പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഡിവിസ് ലാബിന്റെ റിസൾട്ട് ഇന്ന് നിങ്ങൾ വന്നിട്ട് ഡിവിസ് ലാബിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൂവ് നിങ്ങൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ ഇപ്ക ലാബിന്റെ റിസൾട്ടും വളരെ 130 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 450 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു. മാർക്കറ്റ് തന്നെ 170 കോടി രൂപയുടെ എക്സ്പെക്ടേഷനാണ് വെച്ചത്. അപ്പോൾ 450 കോടി രൂപ പ്രോഫിറ്റ് ശരിക്കും മാർക്കറ്റ് ആഘോഷിച്ചു. നല്ലൊരു രീതിയിലുള്ള ഇപ്ക ലാബിന്റെ പ്രോഫിറ്റ് ലെബിലിറ്റി നമ്മൾ കണ്ടു. മെഗമണി ഓർഗാനിക്സ് ഒരു മിഡിൽ ക്യാപ് സെക്ടർ സ്റ്റോക്കാണ്. മെഗമണിയിൽ 56 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഇപ്പം വെറും 39 കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. റവന്യൂയിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. 620 കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പം 430 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ലോസ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ 26 കോടി രൂപ ലാഭമുണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 65 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോസ് ഉണ്ടാക്കിയ കോൺകോർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു നെഗറ്റീവ്നെസ്സും കാണാൻ സാധ്യതയുണ്ടെന്ന്. ഇന്ന് കണ്ടെയ്നർ കോർപ്പറേഷൻ വളരെ നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയുണ്ടായി. അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെതും 26 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനി ഇപ്പോൾ 65 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ആസ്ട്രാസിനിക്ക എന്ന് പറയുന്ന കമ്പനി 21 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 18 കോടി രൂപയുടെ പ്രോഫിറ്റായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് റിസൾട്ടാണ് ആസ്ട്രാസിനിക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ICICI ലൊംബാർഡിന്റെ ഷെയറുകളിൽ നല്ലൊരു അപ്സൈഡ് കാണാൻ പറ്റി. 1424, അതായത് കമ്പനിയുടെ ഒരു 6 മാസത്തെ ഉയർന്ന ഹൈ ആയിട്ടുള്ള 1424 വരെ കമ്പനിയുടെ ഷെയർ പോവുകയുണ്ടായി. അത് ഭാരതി എക്സ ഇൻഷുറൻസിനെ ഏറ്റെടുക്കാനുള്ള ഒരു അക്വിസിഷൻ സ്റ്റേജ് അവസാന ഘട്ടത്തിലാണ് എന്നുള്ള ന്യൂസാണ് PNB ICICI ലൊംബാർഡിനെ തുണച്ചത്. ICICI ലൊംബാർഡിന്റെ ഓഹരികൾ ഉയരാൻ കാരണവും ഈ ഒരു അക്വിസിഷൻ ന്യൂസാണ്. പിന്നെ M&M ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. M&M ഒരുപാട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ ഓർഡർ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നു. പ്രഖ്യാപനമല്ല, ഒരു കമ്പനിയുടെ എക്സ്പെക്ടേഷനാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാനുഫാക്ചറിങ് ബയേഴ്സ് ആയിട്ടുള്ള സവോയോങ് മോട്ടോഴ്സിലേക്ക് അവരുടെ ഓഹരികൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നെന്ന് അറിഞ്ഞതും ഈ കമ്പനിക്ക്, ഈ M&M എന്ന് പറയുന്ന കമ്പനിക്ക് വളരെ പോസിറ്റീവായി 620 മുകളിലേക്കാണ് പോയിട്ട് M&M ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിഫ്റ്റിയുടെ അടുത്ത നാളത്തെ ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റുക 11,200 ആദ്യത്തെ സപ്പോർട്ട്. അതുപോലെ തന്നെ 11,150 ബ്രോഡ് റേഞ്ച് ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. 10,950 അതുപോലെ തന്നെ 11,350 എന്നുള്ള ഒരു റേഞ്ച് തന്നെയാണ് നിഫ്റ്റിയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇനി 11,350 ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ 11,450, 500 ലെവലിലാണ് നിഫ്റ്റിയുടെ അടുത്ത ആദ്യ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം 11,610, 620 ലെവലിലേക്കാണ് നിഫ്റ്റിയുടെ അടുത്ത ഒരു കുതിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇനി അടുത്ത ബുൾ ഫേസിലേക്ക് വരിക എന്ന് പറയാം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നത് എത്രയോ ദിവസമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത 11,350 എന്ന് പറയുന്ന ലെവല് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് കിടക്കുന്ന ഹഡിൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈങ് നോക്കിക്കഴിഞ്ഞാൽ 302 കോടി രൂപയുടെ 303 കോടി രൂപയുടെ ബൈങ് ആണ് അപ്രോക്സിമേറ്റ്ലി അവർ നടത്തിയിരിക്കുന്നത്. DISന്റെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. 504 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നത്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഹിൻഡാൽകോ എന്ന് പറയുന്ന കമ്പനി വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. ഈ ആഴ്ച റിസൾട്ടുള്ള കമ്പനിയാണ്. 178.60 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 180 മുകളിലേക്ക് ഹിൻഡാൽകോ പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നു. അപ്പം ഞാൻ നാളെ ഒരു ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 180 കോളാണ്. 180 കോൾ ഏകദേശം 7 രൂപ 50 ക്ലോസ് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഹിൻഡാൽകോ 180 മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ കോളിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
ഇന്നത്തെ AGRന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് AGR അതുപോലെ തന്നെ ഈ റവന്യൂ എങ്ങനെ അടച്ചു തീർക്കണം അല്ലെങ്കിൽ കാലാവധി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും സുപ്രീം കോടതിയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു വെർഡിക്റ്റ് വന്നിട്ടില്ല. അത് മാത്രമല്ല 14-ാം തീയതിക്ക് ആഗസ്റ്റ് 14-ന് വെള്ളിയാഴ്ചത്തേക്ക് ഇത് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് 14-ന് കൃത്യമായിട്ടൊരു വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഇൻസോൾവൻസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊസീഡിങ്സിന് വേണ്ടി ഓൾറെഡി ഫയൽ ചെയ്തിരിക്കുന്ന കമ്പനികളെ പറ്റിയാണ്. അതായത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, എയർസെൽ ഇങ്ങനെയുള്ള ഓൾറെഡി ഇൻസോൾവൻ്റ് ആയിട്ടുള്ള കമ്പനികളും അവരുടെ ഡ്യൂസ് എങ്ങനെ പിരിച്ചെടുക്കാം അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഈ പറയുന്ന ഐഡിയ, വഡാഫോൺ, അതുപോലെ തന്നെ ഭാരതി എയർടെൽ ഇവരുടെ ഡ്യൂസ് എങ്ങനെ കൃത്യമായിട്ട് പിരിച്ചെടുക്കാം എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസും തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഏതൊരു വിധിയാണ് വെള്ളിയാഴ്ച വരുന്നത് നമുക്ക് സംബന്ധിച്ചിട്ട് വളരെ പ്രാധാന്യമാണ്. ഐഡിയ, വഡാഫോൺ, അതുപോലെ തന്നെ എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ 25,000 കോടി രൂപയാണ് എയർടെലിലെ AGR റവന്യൂ വിഭാഗത്തിൽ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ 55,000 കോടി രൂപയാണ് ഐഡിയ വഡാഫോണിന് കൊടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി വിധി വരാൻ പോകുന്നത്, എങ്ങനെ പേ ചെയ്യാനാണ്, അവർക്ക് സമയം കൊടുക്കുമോ അല്ലെങ്കിൽ അവരോട് നിർത്താനാണോ, ഓപ്പറേഷൻ നിർത്താനാണോ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കി നിൽക്കുന്ന വിപണി വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അഗ്രികൾച്ചറൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു റാലി കണ്ടു. കാരണം ഗവൺമെന്റ് തന്നെ 1,00,000 കോടി രൂപയുടെ അഗ്രി ഫണ്ട് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കണ്ടു. അതിനനുസരിച്ചിട്ടാണ് അഗ്രികൾച്ചർ സ്റ്റോക്കുകളായിട്ടുള്ള ഈ പറയുന്ന റാലിസ് ഇന്ത്യ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലൊക്കെ ഇന്നൊരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കണ്ടത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മദർസൺ സുമിയിൽ 18% ഓപ്പൺ ഇൻട്രസ്റ്റ് അഡീഷൻ കാണുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, അത് സിപ്ലയുടെ വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. അതിനുശേഷം നല്ലൊരു റാലി സിപ്ലയിൽ കണ്ടു. ഇപ്പോഴും ഫാർമ സ്റ്റോക്കുകൾ വാങ്ങാൻ ആൾക്കാർ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എല്ലാ ഫാർമ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോൺകോറിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റയുടെ നമ്പേഴ്സ് വീക്ക് ആയിരുന്നു. അതിനനുസരിച്ചിട്ടാണ് സംഭവിച്ചത്. സിമെൻസിലും ഇന്ന് ഒരു വളരെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിഡക്ഷനാണ് കണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് പ്രൈസ് കൂടുകയും ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ലൈം ലൈറ്റിലുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ തന്നെയാണ്. ഫാർമയിലെ അരവിന്ദോ ഫാർമ ഈ ആഴ്ച റിസൾട്ടുള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു റിസൾട്ടാണ് അരവിന്ദോ ഫാർമയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. PVR ആണ്. PVRന്റെ റൈറ്റ് ഇഷ്യൂ വരുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. 784 രൂപയാണ്, 784 റുപ്പീസിനാണ് റൈറ്റ് ഇഷ്യൂ വരുന്നത്. ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റുമായിട്ട് നോക്കുമ്പോൾ 30% ഡിസ്കൗണ്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ 3.82 മില്യൺ ഷെയറാണ്, 3.82 ലക്ഷം ഷെയറുകളാണ് PVR ഈ പറയുന്ന റൈറ്റ് ഇഷ്യൂ പ്രകാരം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റിലയൻസിന്റെ ഡീല്, സൗദി അറാംകോ ആയിട്ടുള്ള ഡീല് വീണ്ടും തുടരുന്നു. അത് അവസാനം ഡീലിലേക്ക് വരും. അവരുടെ കെമിക്കൽ ബിസിനസ്സിൽ, റിലയൻസിന്റെ കെമിക്കൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സൗദി അറാംകോ ആ ഡീല് വീണ്ടും പുനരാരംഭിക്കുന്നു തന്നെയാണ് കാണുന്നത്. ശ്രീ രേണുക ഷുഗറിനെ പറ്റി ഒരു പോസിറ്റീവ് നോട്ട് കാണുന്നു. കാരണം 211.67 മില്യൺ ഷെയറുകൾ ശ്രീ രേണുക ഷുഗർ 8 രൂപ 74 പൈസക്ക് അവരുടെ പ്രിഫറൻഷ്യൽ ബേസിൽ അവരുടെ പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്യുന്നതാണ്. പുറത്തുനിന്നല്ല പണം എടുക്കുന്നത്. പ്രിഫറൻഷ്യൽ ബേസിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന് അഡീഷണൽ ആയിട്ട് കമ്പനി ഷെയർ കൊടുക്കുന്നു. 8 രൂപ 74 പൈസക്കാണ് കൊടുക്കാൻ പോകുന്നത്. 211 മില്യൺ ഷെയറുകളാണ് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ രേണുക ഷുഗറിനെ സംബന്ധിച്ചിട്ട്. സ്പൈസ് ജെറ്റ് അതിന്റെ ആദ്യത്തെ ഒരു ഫ്ലൈ കാനഡയിലേക്ക് പോയിരിക്കുന്നു. കാനഡ സിറ്റിസൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിട്ടാണ് സ്പൈസ് ജെറ്റ് പോയിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള ഒരു ഓവർഫ്ലോ ഫ്ലൈ ആണ് ഇവരുടേത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ അലുമിനിയം പ്രൈസ് വേദാന്ത ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹിൻഡാൽകോ ആയാലും 1% ഇൻക്രീസ് അലുമിനിയം പ്രൈസിൽ വരുത്തി വെച്ചിരിക്കുന്നു. അവരുടെ പ്രൊഡക്റ്റുകൾക്ക് 1% പ്രൈസ് കൂടിയതായിട്ട് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ UBS പ്രിൻസിപ്പൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫണ്ട് മാനേജിംഗ് കമ്പനി ഏകദേശം 3.5 മില്യൺ ഷെയറുകൾ ആക്സിസ് ബാങ്കിൻ്റെത് 428.70 രൂപ 428 രൂപ 70 പൈസക്ക് ഏകദേശം ബ്ലോക്ക് ഡീൽ വഴി 3.5 മില്യൺ ഷെയറുകൾ ഇന്ന് വിറ്റിരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ ബന്ധൻ ബാങ്കിന്റെ ഗോൾഡ്മാൻ സ്നാച്ചിന്റെ 300 രൂപയ്ക്ക് ഏകദേശം 2.7 മില്യൺ ഷെയർസ് ആണ് ഇന്ന് വിറ്റിരിക്കുന്നത്. അപ്പം ആക്സിസ് ബാങ്കിൽ ഒരു വലിയ സെല്ല് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബന്ധൻ ബാങ്കിൽ ഗോൾഡ്മാൻ സ്നാച്ചും സെല്ല് നടത്തിയിരിക്കുന്നു 300. ഒരിക്കൽ ഗോൾഡ്മാൻ സ്നാച്ച് അപ്ഗ്രേഡ് ചെയ്തൊരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക് എന്ന് നമുക്കറിയാം. അതുപോലെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 34.16 ബില്യൺ ഡിഫോൾട്ട് പേയ്മെന്റ് കടം പരിഹരിക്കുകയാണ്. 34.16 ബില്യൺ ആണ്, മില്യൺ അല്ല, അത്രയും പൈസ. ഏകദേശം അവരുടെ
$13.27 ബില്യൺ ഒരു കടം അല്ലെങ്കിൽ അടക്കാനുള്ള പ്രിൻസിപ്പിൾ, അതായത് മുതലും പലിശയും അടക്കാനുള്ള സമയം കഴിഞ്ഞു. അത് ഡീഫോൾട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ HDFC ബാങ്കിൻ്റെ ഒരു ഡീഫോൾട്ട് വന്നിട്ട് ഇന്ന് ICICI ഒരു കമ്പനിയുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഓഫീസ് ഏറ്റെടുത്തായിട്ടുള്ള അല്ലെങ്കിൽ സീൽ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. RECയെ സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. REC 850 മില്യൺ ഷെയർസ്, 850 മില്യൺ റുപ്പീസ് ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയോ ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നും നമുക്ക് കാണുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ നാളെ റിസൾട്ടുള്ള കമ്പനികൾ അദാനി പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ AIA എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അശോക് ബിൽട്ടിക്കോൺ, ബോഷ് ലിമിറ്റഡ്, അങ്ങനെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും റിസൾട്ടുകൾ നാളെ വരാനുണ്ട്. ടെലികോംസ് അപ്ഗ്രഡേഷൻ ഇക്വിറ്റാസ് ഹോൾഡിംഗ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇക്വിറ്റാസ് ഹോൾഡിംഗ്സ് 50.22 50.22 ക്രോസിന്റെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേപോലെ 70 ക്രോസ് ഉണ്ടാക്കിയെടുത്താണ് ഇപ്പോൾ 50 ക്രോറാക്കി വന്നിരിക്കുന്നത്. മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ഒരു 37 ആയിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ടേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈ ലെവലിലുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന നാളത്തെ റിസൾട്ട്, പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്ട് ഉണ്ട്, AIA എഞ്ചിനീയറിംഗ്, അശോക ബിൽട്ടിക്കോൺ, ബജാജ് ഇലക്ട്രിക്കൽസ്, ബോഷ്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, എൽക്കോൺ എഞ്ചിനീയറിംഗ്, ഗാലക്സി സർഫക്റ്റൻസ്, GE പവർ, ഗോദാവരി പവർ, ഗുജറാത്ത് ആൽക്കലി, ഹോണ്ട ഇന്ത്യ ഇന്ന് റിസൾട്ടിന് മുമ്പായിട്ട് നല്ലൊരു മൂവ് കാണിച്ചു വെച്ചിട്ടുണ്ട്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ടെസ്റ്റിംഗ്, ഈ പറയുന്ന ഡിവിസ് ലാബ് പോലെയും ഇക്ക ലാബ് പോലെയൊക്കെയുള്ള ഒരു ഷെയറാണ്. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാമെന്ന് തോന്നുന്നു. കോർപ്പാൻ ലിമിറ്റഡ്, കോപ്രാൻ, അതുപോലെ തന്നെ KRBL, മദർസൺ സുമിയുടെ റിസൾട്ട് നാളെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് വലിയ രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോക്കിൽ. രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ്, RCF, അതുപോലെ തന്നെ സിറ്റി യൂണിയൻ, ശ്രീറാം സിറ്റി യൂണിയൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് കണ്ടത്. ഇന്ന് ഞാൻ അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ നാളെ റിസൾട്ടും കൂടിയുള്ള ഒരു ഷെയർ ആണെന്ന് ഓർമ്മിക്കുക. സ്റ്റാർ സിമെന്റ്, സുവൻ ലൈഫ് സയൻസ്, സിംഫണി ലിമിറ്റഡ്, അതുപോലെ തന്നെ ഉഷ മാർട്ടിൻ, VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കമ്പനികളുടെ റിസൾട്ടും നാളെ വരാനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ സ്പെൻസർ റീറ്റെയിലിനെ സംബന്ധിച്ചിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചൊരു ന്യൂസ് പുറത്തേക്ക് വന്നിരുന്നു. അതായത് അവരുടെ ഈ ജൂൺ മാസത്തിലെ മാർജിനൽ ലെൻഡിങ് റേറ്റ് കൂട്ടില്ല, അവർ ഫിക്സ്ഡ് ആയിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും ആഗസ്റ്റിൽ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ന്യൂസുകൾ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സോ സൈനിങ് ഔട്ട്, സുശാന്ത്. താങ്ക് യു.